ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹപ്രാർത്ഥന ചെയ്യുന്നു. നിങ്ങളേവരെയും ജീവിക്കുന്ന കർത്താവ് സമ്പൂർണ്ണ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 വാക്യങ്ങൾ. അക്കാലത്ത് യേശു ക്രിസ്തു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. ശിഷ്യൻ കർത്താവ് മലമുകളിൽ ചെന്ന് പ്രാർത്ഥിക്കാനായി പോയി. എന്നാൽ ശിഷ്യന്മാർ പടവുമായി യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലമായ വലിയൊരു കൊടുങ്കാറ്റ് വീശുകയും അവർ ഭയചകിതരായി തീരുകയും ചെയ്തു. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് യേശു ക്രിസ്തു കടലിലൂടെ നടന്ന് അവരെ അരികത്തെത്തി. ഇത് കണ്ട പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് നീയെങ്കിൽ എന്നെയും നടന്നു വരാൻ അനുവദിക്കണമേ. എന്നാൽ പത്രോസ് കടലിലൂടെ കർത്താവിനെ നോക്കിക്കൊണ്ട് നടന്നു. എന്നാൽ പ്രതികൂലമായ കാറ്റും തിരയും കണ്ട് ഭയപ്പെട്ട് അവൻ കടലിലേക്ക് മുങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ, എന്നെ രക്ഷിക്കണമേ. കർത്താവ് കൈനീട്ടി അവനെ പിടിച്ച് ഇരുവരും വഞ്ചിയിൽ കയറി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സദൃഢമായി ആരംഭിച്ചവരാണ് ഓരോരുത്തരും. എന്നാൽ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ജീവിതത്തിന്റെ ദുഃഖങ്ങളും നമ്മെ കർത്താവിൽ നിന്ന് അകറ്റുന്നു. കർത്താവിനെ നോക്കിക്കൊണ്ട് വെള്ളത്തിലൂടെ നടന്ന പത്രോസ് ഇടയ്ക്ക് ഭയന്ന്, വലിയ തിരമാലകളും കാറ്റും കണ്ട് ഭയന്ന് അവൻ്റെ ശ്രദ്ധ മാറിപ്പോയി. കർത്താവിൽ നിന്ന് അവൻ്റെ കണ്ണ് മാറിപ്പോയി. അപ്പോൾ അവൻ കടലിലേക്ക് താഴ്ന്നു തുടങ്ങി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു വിശ്വാസ ജീവിതം നാം കർത്താവിനെ നോക്കിക്കൊണ്ട് നാം ഒരു വിശ്വാസ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ കർത്താവിനെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളാകുന്ന കടലിലൂടെ നടന്നു പോകാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കണ്ണ് കർത്താവിൽ നിന്ന് മാറി മറ്റ് പ്രശ്നങ്ങളിലേക്ക്, ഹല്ലേലൂയ, നമുക്ക് ചുറ്റും അലർന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ മാറുമ്പോൾ തീർച്ചയായും നാം ആ പ്രശ്നങ്ങളിൽ താഴ്ന്നു പോകും. ഹല്ലേലൂയ. താഴ്ന്നു പോയാലും പ്രിയ സഹോദരങ്ങളെ, എളിമയോടെ നിന്റെ അരികിലുള്ള കർത്താവിനെ വിളിക്കുവാൻ നീ മറക്കരുത്. ഹല്ലേലൂയ. നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ അരികത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രശ്നങ്ങളാകുന്ന കടലിലൂടെ, ഹല്ലേലൂയ, ആ ശക്തമായ കാറ്റിലൂടെ, ഹല്ലേലൂയ, നടന്ന് നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് കാണുവാൻ, അവരുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നാം ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് താഴ്ന്നു പോയാലും കർത്താവെ രക്ഷിക്കണേ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയണം. അവൻ നമ്മെ കൈ ഉയർത്തി നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആകയാൽ പ്രിയ സഹോദരനെ, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളുടെ മധ്യം ഉണ്ടെന്നും എൻ്റെ കരം ഉയർത്തി എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അവിടുന്ന് ശക്തനാണെന്നും അവളെ വിശ്വസിക്കുവാനും അത് അനുഭവിച്ചറിയുവാനുള്ള കൃപ അടിയന് നൽകുമാറാണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ കൃപയെ കർത്താവേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.